രാവിലെ ഞാൻ പുറത്തിരുന്നിട്ട് അമ്മ ആടുന്ന് വിളിച്ചിട്ട് മൊയിലാഞ്ചി വെച്ച് കൊടുക്കുന്നു. അങ്ങനെ മൊയിലാഞ്ചി വെക്കാൻ വേണ്ടിട്ട് ആൾക്കാർ വന്നു. വൈനോട്ട് നമ്മളെ കൈവ് അങ്ങനെ കാണിക്കാനല്ലേ. അങ്ങനെ നമ്മളെ പണി നമ്മ തുടങ്ങി. പെരുന്നായെങ്കിൽ എനിക്ക് എപ്പോഴും ഈ ഒരു ഡ്യൂട്ടി ഉണ്ടാവും. അയക്കുടിക്കാറ് പിള്ളമാർക്കെല്ലാം മൊയിലാഞ്ചി വെച്ച് കൊടുക്കും. അങ്ങനെ രണ്ടാളെ രണ്ട് സൈഡ് ഞാൻ ഫിനിഷ് ആക്കി. അങ്ങനെ അടുത്ത ആള് വന്ന്. അങ്ങനെ അടുത്താക്കും ഞാൻ വെച്ചെടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറയുമ്പോൾ അടുത്ത ആള് വന്ന്. അങ്ങനെ ഓക്കും വെച്ചെടുത്തു. നടുകടിയുന്നുണ്ടെങ്കിലും അതൊന്നും എനിക്കൊരു പ്രശ്നേ അല്ല. ഞാൻ ഓർക്ക് ഫുള്ള് ഫിനിഷ് ആക്കിയിട്ട് ഇത്ര ആളെ കഴിഞ്ഞിട്ട് ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് പറയുമ്പോൾ രാത്രിയാകുമ്പോൾ ആദ്യം പിള്ളമാർ വന്ന്. അങ്ങനെ ഓർക്ക് എന്റെ പണി ലേറ്റ് ആയതുകൊണ്ട് തന്നെ അക്ക് പൈക്കും ചെയ്യുന്ന നല്ല നടുമ്പലുണ്ട്. എന്നാലും സ്ഥല ഇതെന്തായാലും ഫിനിഷ് ആക്കിയേ പറ്റൂ. നോറ ഫിനിഷ് ആക്കി സെറ്റ് ആക്കി അപ്പോഴത്തേക്ക് ഭാവിക്ക് ഞാൻ മുമ്പ് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പയ്യ അത് അളത്തിട്ടാകുമ്പോഴത്തേക്ക് യാതൊരു അടിയാളം ഓർഗാനിക് ഹെന്ന ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിട്ട് പുറത്ത് വെച്ചത്. അതുകൊണ്ടാണ് അങ്ങനത്തെ അവസ്ഥ വന്നത്. പിന്നെ നോമ്പിന് അത്തായിക്കോട്ട് പിള്ളമാർ വന്ന് ഓർ അത്തായിക്കോട്ട് മുമ്പ് നമ്മണിക്കലുണ്ട്. അത് പറയുന്നത് എല്ലാവർക്കും വെച്ചിട്ടായി എന്റെ നടുവാണെങ്കിൽ പൊളിഞ്ഞ് അങ്ങനത്തെ അവസ്ഥയിലെത്തി. അങ്ങനെ ലാസ്റ്റ് യോക്ക് വേണമല്ലോ ഉള്ളം കഴിക്ക് ഇങ്ങനെ ചന്ദ്ര. അപ്പൊ യോക്കും വെക്കുമ്പോൾ യോക്കും വേണം. എല്ലാം കഴിഞ്ഞിട്ട് നമ്മള് 12 മണി കഴിഞ്ഞ്. അങ്ങനെ ഇപ്പാണ് ഞാൻ ഫുഡ് തോന്നുന്നത്. പൈച്ചീറ്റ് കഴിഞ്ഞില്ല. നോമ്പ് തുറക്കാനിടെ ജ്യൂസ് കുടിച്ചിട്ട് ഞാൻ നല്ല അതിന്റെ ഇടയിൽ നസൽ മൂട്ട് അറുവലാക്കിയിട്ടാണ് എന്നെ ഈ കിടന്നു. പിന്നെ ഓക്കൊക്കെ എന്നെ വെച്ച് കൊടുക്കാതെ ഒരു സമാധാനം ഇല്ല. അങ്ങനെ ഓക്കെ വെച്ച് കൊടുത്തു. കുറച്ച് കഴിയുമ്പോൾ ഓളുണ്ട് സർത്തായിട്ട് അതെല്ലാം തൊല്ലുന്നത്. ഞാൻ എന്താക്കി ആദ്യം അതിന്റെ മീത്തലേക്ക് നേരെ വെക്കാൻ പറഞ്ഞത്. അതിന്റെ ആണ് ഇത് പറയുന്നുള്ളത്. അപ്പൊ ഓക്കെ ബൈ.